അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വന്നിട്ട് മീൻ കടത്തലാണ്. ഒരു ആവറേജ് സൈസുള്ള കുഞ്ഞുങ്ങൾ പോലത്തെ മീനുകൾ നമ്മൾക്ക് ഒരു 3 ട്രിപ്പ് 4 ട്രിപ്പിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് കടത്തലാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം പിടിച്ചിട്ട് ആ ഫാമിലേക്ക് മീൻ എടുക്കാൻ വേണ്ടി പോവാം. നമ്മുടെ വണ്ടിയൊക്കെ എന്താണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം പിടിക്കേണ്ട സ്ഥലം എത്തിയിട്ട് പായൊക്കെ വിരിച്ച് നമ്മുടെ എപ്പോഴത്തെ പരിപാടി തന്നെ പായ വിരിക്കുക, മീൻ ചാടി പോകാണ്ടിരിക്കാനുള്ള സേഫ്റ്റി സംഭവം സെറ്റ് ചെയ്യുക, വെള്ളം നിറയ്ക്കുക, മീൻ കയറ്റുക. അപ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് പോകാനുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് പറഞ്ഞ ഒരു 10 കിലോമീറ്റർ ഉണ്ട് ആ ഫാമിക്ക്, മീൻ എടുക്കാനുള്ള ഫാമിക്ക്. അപ്പോൾ മെല്ലെ നമുക്ക് പോവാം. ഇനി കറക്റ്റ് നമ്മുടെ പാലക്കാട്ടിലെ ഉള്ള ഏരിയകളാണ്. അപ്പോൾ ഈ ഉള്ള ഏരിയകളുടെ പ്രത്യേകത പറയുന്നത് ഒക്കെ ഈ ഓരങ്ങളിൽ മലകൾ ഇത് കണ്ടില്ലേ. അവിടെ ഒരു സൈഡ് ഇങ്ങനെ മലകൾ, പക്ഷെ അതേസമയം അടുത്ത സൈഡ് പാടങ്ങളും കുളങ്ങളും കാര്യങ്ങളും, ചെറിയ ചെറിയ റോഡുകൾ, വലിയ വണ്ടികളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ. നമ്മുടെ സിറ്റി അല്ല, പാലക്കാടിൽ ഏറ്റവും കൂടുതൽ ഉൾഗ്രാമങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ പാലക്കാട് വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കാണാനും എന്താണ് ആസ്വദിക്കാനുള്ളത് ഇതുപോലെയുള്ള ഉൾഗ്രാമങ്ങളിലേക്കുള്ള റോഡുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാട്, എന്താണ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. അവിടെ ഇപ്പോൾ ഇവിടെ എന്താണ് നെല്ലിൻ്റെ സീസണാണ്. ഇപ്പം മെല്ലെ നാറ് നടഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഓരോടി നാറ് നട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ നമ്മളിതാ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് മീന് ഈ ഫാം വന്നിട്ട് മലൻ്റെയൊക്കെ ഓരത്താണ്. അപ്പോൾ നമ്മുടെ ഈ സൈഡ് കാണുന്നത് ശരിക്കും കാട് തന്നെയാണ്. ഈ സൈഡ് ചെറിയ ഗ്രാമങ്ങൾ പോലെ, അതുകൊണ്ട് ഓരോരുത്തരുടെ സ്ഥലങ്ങൾ. എന്നാൽ ഇത് വന്നിട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മൾ ഫോറസ്റ്റ് ഏരിയൻ്റെയും നാട്ടിൻ്റെയും ഇടയിൽ കൂടെയുള്ള ഒരു ചെറിയ പാതയിൽ കൂടെയാണ് നമ്മുടെ യാത്ര. ആദ്യം വണ്ടി തിരിക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമ്മുടെ വണ്ടി മാക്സിമം പെടുന്ന ഒരു ലെവലിലാണ്, മൊത്തം ചളിയും കാര്യങ്ങളും ആണ്. നമുക്ക് ആദ്യം ഒന്ന് ഇറങ്ങിയിട്ട് വണ്ടി എങ്ങനെ തിരിക്കാൻ പറ്റും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫാം എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മീന് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. കേറുന്നാണ് തോന്നുന്നത്. ഒന്ന് ലോഡ് ചെയ്യണോ നീ? മാത്രം കയറ്റിയാൽ നട്ടർ മാളയായിരിക്കും മാറ്റാണ്ട്. കേട്ടോ കേളല്ലേ എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തറിയോ, ബാറ്ററി ഇറങ്ങണു മതി. അബു
നേരിട്ട് കൈ ബാബോട്ട് ഒരു കൈ ഇറങ്ങി നിൽക്ക് ബാബോട്ട് ഇറങ്ങി കൈ കാല് വെക്ക് വലിച്ചു കണ്ട് മുകളിൽ എടുത്ത് വെക്കാൻ ആ കുണ്ട് കണ്ട് മുകളിൽ ത്രാസോടെ വെച്ചിരിക്കണ ആശ കയറ്റി വിട്ടാ ഞാൻ തൂക്കാം ഇത് കയറ്റി വിടും പിടിച്ചോ വാള അപ്പൊ നമ്മളിന്ന് പല്ലശ്ശേരിയിൽ മീനെടുക്കാൻ വന്നിരിക്കണം. നല്ല അടിപൊളി വാള, എന്താണ് നെട്ടറ്, റൂഹു, കട്ട്, ഒരു അടിപൊളി വാള പിടുത്തം. സൈസ് കണ്ടില്ലേ, സൈസാണ്. അത് പറഞ്ഞാൽ നെയ്യില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ സൈസ് മീനിലൊക്കെ നല്ല കൊഴുപ്പായിരിക്കും. ഇത് വേസ്റ്റ് അല്ല, എന്താണ് ഫീഡ് കൊടുത്ത് വളർത്തിയത് കൊണ്ടാണ് നെയ്യില്ലാത്തത്. കണ്ടില്ലേ, എവിടെയും നെയ്യില്ല, ചെറിയൊരു തൊഴിൽ. അപ്പോൾ നമ്മൾ കൂടുതലും വേസ്റ്റ് കൊടുത്ത് വളർത്താത്ത മീനുകളാണ് ലൈവിൽ നമ്മൾ കടത്തി കൊടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീനാ എടുത്തിട്ട് കേട്ടോ അവിടെ പൊട്ടിയിട്ടുണ്ട് അടി. ലോഡിങ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെല്ലെ ഈ ലോഡിങ് എന്താണ് നമ്മളൊരു ഫാമിൽ കൊണ്ട് ഇറക്കുകയാണ്. അതുപോലെ ഒരു കടയ്ക്ക് ഇറക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്നത്തേതാണ്. ഇതാണ് റോഡ്. ഭയങ്കര മോശമായ റോഡാണ് കേട്ടോ, നല്ല മോശമാണ് റോഡ്. ഇനി മെല്ലെ പോകുക. അല്ലേ, അപ്പോൾ നമ്മൾ ഉൾ റോഡിൽ കൂടെ മന്നം നീങ്ങുകയാണ് ഗൈസ്. ചെറിയ റോഡാണ്, റൈറ്റ് സൈഡ് കാടാണ്. നമ്മൾ അപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ആണ്. റൈറ്റ് സൈഡ് ഫുള്ള് ഫോറസ്റ്റ്, അന്ന് നേരെ ഓപ്പോസിറ്റ് വീടുകൾ. റോഡ് എടുത്താൽ മതി. Hey. ഏറ്റവും വലിയ വാള എത്ര കിലോ? 5 കിലോ. കൈ നിൽക്കില്ല. പറയുന്നത് നല്ല അടിപൊളി നെട്ടർ കേട്ടോ. ഓക്കെ, സൈസ് നോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീനിറക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ നമ്മുടെ ഫാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു മീൻപിടുത്തോ അല്ലെങ്കിൽ മീൻ കുഞ്ഞുങ്ങളുടെയോ എന്തെങ്കിലും ഒരു മീനിൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് നമുക്ക് അടുത്തതിൽ വരാം. അപ്പോൾ ബൈ ബൈ.